ശോഭ. ശോഭ. എങ്ങനെ ഓണത്തിന് എല്ലാത്തിനും വില കൂടുതലുണ്ടോ? എല്ലാത്തിനും അനുഭവപ്പെടുന്നുണ്ടോ? തക്കാളിക്കും ഉള്ളിക്കും ഒക്കെ മറ്റു ദിവസത്തെ അപേക്ഷിച്ച് കൂടുതലാണല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി പഴ പച്ചക്കറി മാർക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ ഓണം വരികയാണ്. ഇനി അടുത്ത ഓണത്തിൻ്റെ തൊട്ട് 2 ദിവസം മുന്നേക്കാണ് നമ്മൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മാർക്കറ്റിലുള്ള പച്ചക്കറി വിപണക്കാർ ചോദിക്കാം ഓണത്തിന് വിലക്കുറവുണ്ടോ. നേരത്തെ 2.5 കിലോ 100 രൂപ ഒക്കെ കൊടുത്ത അല്ലെങ്കിൽ പഴങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഓണത്തിന് വിലക്കുറവുണ്ടാവോ? വിലക്കുറവ് കുറവുണ്ടാവില്ല, കൂടുതലുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ്? മഴ പെയ്തിട്ട് കൃഷി നശിച്ചുകൊണ്ടാണോ? പഴം പെരുത്ത് കുറവാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓണത്തിന് മലയാളികളോട് പറയാനുള്ളത്? പഴത്തിനും പൈസ കൊടുത്തില്ലേ? എന്താ പേരെന്താണ്? നാസർ. എത്ര നാളായി ഇവിടെ കച്ചവടം ചെയ്യുന്നത്? എത്ര നാളായി? ഞാൻ 1 വർഷമായി. അപ്പോൾ പച്ചക്ക് വില എന്ന് പറഞ്ഞാൽ 65 രൂപ വിലയുണ്ട്. അപ്പോൾ ചിപ്സ് ആണെങ്കിലും അതായത് പഴുത്ത പഴമാണെങ്കിലൊക്കെ നല്ല വില ഉണ്ടാവും. ഇവിടെ നോക്കുന്ന വേറെ കടൽ നോക്കുന്ന പറയാം, അവിടെ ഇതിനെക്കാട്ടും കൂടുതൽ വില ഉണ്ടോ? ഓക്കെ, നിങ്ങൾ തന്നെ 70 രൂപ കൊടുക്കുന്ന കിലോ. അപ്പോൾ നേരത്തെ 2.5 കിലോ 100 രൂപ കൊടുത്തോണ്ടെന്നല്ലേ? പോയി. അപ്പോൾ മലയാളികൾക്ക് ഈ ഓണം തൊട്ടപ്പോഴും ഓണം അടുത്തെത്തുമ്പോൾ വിപണിയിൽ തിരക്ക് കൂടുകയാണ്. എന്നാൽ ഇത്തവണ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന സാധാരണക്കാരനെ ആശങ്കപ്പെടുത്തുന്നത് വിലക്കയറ്റമാണ്. പഞ്ചസാര, ശർക്കര, സവോള, ഏത്തക്ക, ചെറുപയർ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ വില നൽകേണ്ട അവസ്ഥയാണ്. ഈ വിലക്കയറ്റത്തിന് പിന്നിൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഇന്ധന നയവും ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യയിൽ E20 പെട്രോൾ പദ്ധതി വ്യാപകമായിരിക്കുകയാണ്. പെട്രോളിൽ 20% എത്തനോൾ കലർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ എത്തനോൾ പ്രധാനമായും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന മൊളാസസും ചിലപ്പോൾ കരിമ്പ് ജ്യൂസും എത്തനോൾ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതിനാൽ പഞ്ചസാര ഉൽപ്പാദനത്തിൽ ലഭ്യമാകുന്ന അസംസ്കൃത വസ്തുക്കളുടെ അളവ് കുറയുന്നു. ഇതോടെ പഞ്ചസാരയുടെയും ശർക്കരയുടെയും ലഭ്യതയെ ബാധിക്കുകയും വിപണിയിൽ വില ഉയരാൻ കാരണമാവുകയും ചെയ്യുന്നു. അതോടൊപ്പം ചില സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും കരിമ്പ് ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട്. സവോളയുടെ കാര്യത്തിൽ പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളായ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉണ്ടായ മഴക്കെടുതികളും സംഭരണ പ്രശ്നങ്ങളും വിപണിയിലെ ലഭ്യത കുറച്ചു. ആവശ്യക്കാർ കൂടിയതോടെ വിലയും ഉയർന്നു. ഓണസദ്യയിലെ പ്രധാന വിഭവമായ ഏത്തക്കയ്ക്കും ഇത്തവണ വില കൂടുതലാണ്. കനത്ത മഴ, രോഗബാധ, ഗതാഗത ചിലവ് എന്നിവ കർഷകരെയും വ്യാപാരികളെയും ബാധിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള വർദ്ധിച്ച ആവശ്യകതയും വില ഉയർത്തി. ചെറുപയറിൻ്റെ കാര്യത്തിൽ ആഭ്യന്തര ഉൽപ്പാദനക്കുറവും ഇറക്കുമതി ചെലവുകളുമാണ് വർധനവുമാണ് പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിലെ വിലമാറ്റങ്ങളും കേരളത്തിലെ വിപണിയെ ബാധിക്കുന്നുണ്ട്. ഓണം എന്നത് ആഘോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉത്സവമാണ്. എന്നാൽ ഇത്തവണ ഓണസദ്യ ഒരുക്കുമ്പോൾ വിലക്കയറ്റത്തിൻ്റെ ഭാരം കൂടി കുടുംബങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. വിപണി നിയന്ത്രണവും വിതരണ സംവിധാനങ്ങളും ശക്തമാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സാധാരണക്കാരന് ആശ്വാസമാകൂ. കൂടുതൽ വാർത്തകൾക്കായി കാണുക കണ്ണൂർ മൗണ്ടെയിൻ. പേരെന്താ? എങ്ങനെ ഈ ഓണത്തിന് പൊതുവെ പച്ചക്കറിക്കൊക്കെ വില കൂടിയിട്ടുണ്ടല്ലേ? മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു കയറ്റമുണ്ട് പറയുന്നു. എന്ത് തോന്നുന്നു? വില കൂടുതലാണ്. അപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് കൂടിയതായി തോന്നുന്നുണ്ടോ? തക്കാളി, ഉള്ളിയൊക്കെ സാധാരണ വിലയിൽ തന്നെയാണോ കിട്ടുന്നത്?
ആ വാങ്ങുന്ന ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം 50 രൂപ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പഞ്ചസാരക്കും കയറിയിട്ടുണ്ട്. ഓക്കെ, പഴത്തിന് വില കൂടിയിട്ടുണ്ടല്ലേ. പേരെന്താ? രാജേഷ്. ഓണത്തിന് പ്രത്യേകിച്ച് പഴങ്ങൾക്ക്, അതായത് നമ്മൾ ഞാലിപ്പൂവിനൊക്കെയാണ് ഓണത്തിന് കൂടുതൽ ഉപയോഗിക്കാം. അപ്പൊ അതിന് വില കയറിയിട്ടുണ്ടോ? ഇല്ല, സാധാരണയുള്ള വില തന്നെ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കയറിയിട്ടുള്ള ഒരു മാസത്തോളമായിട്ട് ഇങ്ങനെ വില കൂടുതൽ തന്നെ പൊതുവെ. ഇത് എവിടുന്നാണ് ഈ ഒരു പഴം വരുന്നത്? ഇതെല്ലാം തമിഴ്നാട് മേട്ടുപ്പാളയം. അതായത് മലയാളിയുടെ തീന്മേശയിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഞാലിപ്പൂവൻ ഓണത്തിന്. ഞാലിപ്പൂവനും മൈസൂറും പാളയംകോടൻ. അപ്പോ പിന്നെ ഏത്തക്കയും ഉണ്ട്. ഏത്തക്കക്ക് ഉപ്പേരി എല്ലാം. ഏത്തക്കൊക്കെ എത്രയാണ് കിലോ? ഏത്തക്ക് 66. അത് ഓണത്തിന് ആയതുകൊണ്ട് കയറിയാണോ? ഒരു മാസത്തോളമായി കയറിയിട്ട്. അതായത് നമ്മുടെ കുറെ നേരം മലയാളികൾക്ക് ഇപ്പോ ഈ ഒരു കാലവർഷത്തിന്റെ ആണോ? കാലവർഷത്തിന്റെ ആണോ? ഇപ്പൊ മഴക്ക് ഒരുപാട് മഴേന്റെ കുറെ നാശനഷ്ടമുണ്ട്. പിന്നെ കേരളത്തിലൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല, എല്ലാം തമിഴ്നാട് നിന്നല്ലേ വരുന്നത്. തമിഴ്നാട്, കർണാടക. കർണാടക കൂടുതൽ തമിഴ്നാട്. കർണാടക കുറവാ. കർണാടകയിൽ ഈ ഞാലിപ്പൂവെല്ലാം കുറവാ. അത് പൊതുവെ പറയുകയാണെങ്കിൽ മലയാളിക്ക് ഈ ഒരു ഓണം തൊട്ടാ പൊള്ളുന്നതായിരിക്കും. കുറച്ച് പൊള്ളും എന്തായാലും. എല്ലാത്തിനും വില കയറിയിട്ടുണ്ടല്ലോ. പൊതുവെ പഞ്ചസാര, വെള്ളം എല്ലാം വില കയറി. പഞ്ചസാരക്ക് വില കയറിയത് അനാദി കച്ചവടക്കാർ പറയുന്നത് E20 പെട്രോൾ ഉണ്ടാക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് മാത്രമല്ലല്ലോ, ഇപ്പൊ വെള്ളത്തിന് 60 റുപ്യുള്ള വില ഇപ്പൊ 75-80 ആയി. എല്ലാ സാധനം ഇങ്ങനെ എല്ലാത്തിനും വിപണിയിൽ വിലക്കയറ്റം തന്നെയാണ്. പൊതുവെ ഓണം പൊള്ളൽ തന്നെയാണ്. പേരെന്താ? അഷ്റഫ്. അപ്പോൾ തലശ്ശേരി മാർക്കറ്റിലാണല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഓണം മലയാളികൾക്ക് തൊട്ടാ പൊള്ളുന്നതായിരിക്കോ? അങ്ങനെ ഓവർ റേറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പഴത്തിനൊക്കെ കിലോന് ഓണത്തിന് മുമ്പേ തന്നെ വില കൂടിയിട്ടുണ്ടല്ലേ? അപ്പോ ഈ ലോക്കൽ, അതായത് നമ്മുടെ നാടൻ പച്ചക്കറികൾ, ഓണം പീര അങ്ങനെയില്ല, ഇതൊക്കെ നാടൻ ഒരുപാട് വരാറുണ്ടായിരുന്നല്ലോ. നാടൻ സാധനം ഇവിടെ കുറവാണ്. നാടൻ സാധനങ്ങൾ തലശ്ശേരി അല്ലാതെ മൊത്തത്തിൽ ഈ ഉൾഗ്രാമങ്ങളിലെല്ലാം ഉണ്ടാകുക. അത് അവിടെ തന്നെ ശേഖരിച്ചിട്ട് അവരെ വിൽപ്പന നടത്തുന്നത്. ഇവിടെ എല്ലാം തമിഴ്നാട്, മൈസൂർ സാധനങ്ങളാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് പൊതുവെ വില വിവരം? വില സാധാരണ ഒരു മീഡിയം റേറ്റ്. ചില സാധനം മാത്രമേ കുറച്ച് വില. ഉള്ളിക്കൊക്കെ കയറിയിട്ടുണ്ടോ? ഉള്ളി കയറിയിട്ടുണ്ട്. ഉള്ളിക്ക് ഓണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ കയറിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ എത്രയാണ് റേറ്റ്? ഇപ്പൊ 50 രൂപ മാത്രം കിലോ. അപ്പൊ മഴ, അതായത് കാലവർഷത്തിന്റെ അല്ല, അത് അവിടെ പിന്നെ സാധനത്തിന്റെ പ്രൊഡക്റ്റ് കുറവാണ്. പിന്നെ പഴയ ഉള്ളി നല്ലത് കിട്ടാനില്ലാത്തതിന്റെ ഒരു ഇത് കുറവാണ്. അപ്പൊ ഉള്ളി തൊട്ടാ പൊള്ളും ഓണത്തിന്. തൊട്ടാ പൊള്ളും 50 രൂപ സാധാരണ ഒരു മാർക്കറ്റാണ്, മീഡിയം മാർക്കറ്റാണ്. അല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പൊക്കെ 20 രൂപ 25 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഓണത്തിനായിട്ട് അങ്ങനെ കൂടിയൊന്നുമല്ല. സാധാരണ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഇല്ലായ്മന്റെ കൂടുതലാണ്. അങ്ങനെ ഒരു ഓവർ റേറ്റ് ഒന്നും ഇല്ല. ഒരു മീഡിയം 50 രൂപ എന്നെല്ലാം പറയുന്ന ഒരു മിതമായ റേറ്റ് ആണ്. കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പ് 100-120 രൂപ എല്ലാം ആയിട്ടില്ല. എന്നാലും 25 നേരം 50-ലേക്ക് പോയില്ല. മറ്റു സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മറ്റുള്ള സാധനങ്ങൾക്ക് മുരിങ്ങക്കായ്ക്കെല്ലാം വില കുറവാണ്. 40 രൂപ, ക്യാരറ്റിന് 70 രൂപ, ബീൻസിന് 80 രൂപ, പയറിന് 70 രൂപ. അല്ല, പൊതുവേ ഓണത്തിന് ഒരു വില കൂടുതലുണ്ടോ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച്? പയറും ബീൻസും കാപ്പയെല്ലാം കുറച്ചൊരു കൂടുതലാണ്. സാധാരണ ഒരു 50 രൂപ ഉണ്ടാകുന്നത് അതൊരു 70-80 കൊണ്ട് എത്തി. ഞാനിപ്പോൾ തലശ്ശേരി മാർക്കറ്റിലാണ്. ഇവിടെ പൊതുവെ ഓണത്തിന് അത്യാവശ്യം വിലക്കയറ്റമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ 25 രൂപക്കാണ്, ഇപ്പോൾ 50 രൂപയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പഴത്തിനാണെങ്കിൽ നേരത്തെയൊക്കെ 2.5 കിലോ 100 രൂപ കൊടുത്തത് ഇപ്പോൾ കിലോ 70 രൂപയാണ്. 1 കിലോയ്ക്ക് 70 രൂപക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടാനായിട്ടുള്ളത്. എന്താ പേരെന്താ? ഹംസ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓണത്തിന് മാത്രമായിട്ട് വില കൂടിയതാണ്, അല്ലെങ്കിൽ നേരത്തെ പഞ്ചസാരക്കൊക്കെ കയറിയല്ലോ? എങ്ങനെയുണ്ട്? പഞ്ചസാരക്ക് ഓണത്തിന് കൂടിയതല്ല, നേരത്തെ കയറിയതാണ്. അപ്പോൾ ഈ ഓണം വിപണിനെ ഉദ്ദേശിച്ചല്ല ഈ വിലക്കയറ്റം അല്ല. അത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഉറപ്പ് തന്നെയാണ്. അത് അനാദി സാധനങ്ങൾക്കാണ് മറ്റ് സാധനങ്ങളെക്കാട്ടും കൂടിയിരിക്കുന്നത്. അത് നമ്മുടെ കാലവർഷത്തിന്റെ കെടുതി കാരണമാണോ കൂടിയിരിക്കുന്നത് എന്ന് ഗവൺമെന്റ് പറയുന്നു. ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഓണത്തിന് മലയാളികൾക്ക് തീന്മേശയിൽ പൊള്ളുന്ന അനുഭവമായിരിക്കുമോ? ഭയങ്കര അനുഭവമാണ്. സാധാരണക്കാരനൊന്നും ഓണം കഴിക്കാൻ കഴിയില്ല. പെട്രോളിന് വേണ്ടി ഉപയോഗിക്കാന്ന് പഞ്ചസാര കേട്ടത്. ആണല്ലേ? E20 പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പഞ്ചസാരക്ക് വില കൂടുന്നത്. പഞ്ചസാര വെള്ളത്തിനും വില കൂടിയിട്ടുണ്ടല്ലേ? വെള്ളം കൂടിയിട്ടുണ്ട്. അതൊന്നും കരിമ്പാണല്ലോ. ഓക്കെ. അപ്പോൾ
E20 പെട്രോൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിമ്പും അതുപോലെ തന്നെ അത് കരിമ്പ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ശർക്കരയും വെല്ലവും ഒക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും. അപ്പോൾ അത് കാരണമാണ് പഞ്ചസാരക്ക് വില കൂടിയെന്നാണ് ഈ ഒരു മാർക്കറ്റിലെ കച്ചവടം ചെയ്യുന്ന ആളുകൾ പൊതുവെയുള്ള ഒരു സംസാരം. അപ്പോൾ ഓണത്തിന് മലയാളികളുടെ തീന്മേശയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ പാളയംകോടൻ, അതുപോലെ തന്നെ മൈസൂർ പഴം അല്ലെങ്കിൽ നമ്മുടെ പൂവൻ പഴമൊക്കെ. അതിനൊക്കെ റെക്കോർഡ് വിലയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏകദേശം 70 രൂപ കിലോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലശ്ശേരി മാർക്കറ്റിലാണ് നമ്മൾ ഈ കാണുന്നത്. ആളുകൾ എങ്ങനെയാണ് ഈ ഓണം ആഘോഷിക്കുക എന്നുള്ളൊരു ആശങ്കയും കൂടി നമ്മളെ മലയാളികൾക്കുണ്ട്. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് എൻജിൻ. പച്ചക്കറിയൊക്കെ എങ്ങനെയാ? കുറവാണോ ഓണത്തിന്? കുറവാണ്. എത്രയാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ എത്രയാണ്? ഉള്ളിക്ക് ഇന്ന് 40 റുപ്യ, 50 ചോടെ ഉണ്ടാവുള്ളൂ. 50 ചോടെ. അപ്പോൾ ഈ വെള്ളരി അങ്ങനത്തെ ഒക്കെ 15. അപ്പോൾ ഈ നമ്മുടെ നാടൻ വിഭവങ്ങൾ കുറവില്ലത് കൊണ്ടാണ് ഈ വില അത്യാവശ്യം കൂടിയിരിക്കുന്നത്. ഏതാ കൂടിയ? അതായത് മുരിങ്ങക്ക, പയറ് അങ്ങനത്തെ ഒക്കെ അത്യാവശ്യം വില കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പൊ 3 സാധനങ്ങൾക്ക് വില കൂടിയിരിക്കും. പയറ്, ബീൻസ്, കയപ്പ. അതൊക്കെ ഓണത്തിന് നമുക്ക് പച്ചക്കറി മലയാളികൾ തീന്മേശയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന അറിയില്ല. ഇവിടെ എല്ലാവരും ഇറച്ചിയല്ലേ കഴിക്കുന്നത്. ഇവിടെ ഇപ്പം തീന്മേശയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ബിരിയാണിയാണ്. ഓക്കെ. വില കൂടുതലുണ്ടോ? പൊതുവേ ഓണത്തിന് മറ്റു ദിവസങ്ങൾ അപേക്ഷിച്ച് വില കൂടുതലുണ്ടോ? അത് പിന്നെ സാധാരണയല്ലേ. അതായത് ഈ മഴക്കെടുതി കൊണ്ട് വില കൂടുതലാണോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നല്ല, മഴക്കെടുതി ഒന്നല്ല, ഇതെല്ലാം അതിൻ്റെതായ ഒരു രൂപ നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നല്ല. മഴക്കെടുതി മാത്രമൊന്നുമല്ല, മഴക്കെടുതി ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല. അതായത് പഞ്ചസാര, ഉള്ളി ഇതിനൊക്കെ വില കൂടുതലാണെന്ന് പൊതുവെ പറയുന്നു. പഞ്ചസാരൻ്റെ അറിയില്ല, ബാക്കിയുള്ളതെല്ലാം ഈ സമയത്ത് പൊതുവെ വില കൂടുന്നു. പേരെന്താ ചേട്ടൻ്റെ? അശോകൻ. ഇന്ന് പേരെന്താ ചേച്ചി? ശോഭ. അങ്ങനെ ഓണത്തിന് എല്ലാത്തിനും വില കൂടുതലുണ്ടോ? എല്ലാത്തിനും അനുഭവപ്പെടുന്നുണ്ടോ? തക്കാളിക്കും ഉള്ളിക്കും ഒക്കെ മറ്റു ദിവസത്തെ അപേക്ഷിച്ച് കൂടുതലാണല്ലേ? ഇന്ന് വിലയായിരിക്കോ ഈ ഓണത്തിന് മലയാളികൾക്ക് തീന്മേശയിൽ പൊള്ളുന്ന വിലയായിരിക്കോ? നല്ല വില തന്നെയല്ലേ പച്ചക്കറിക്കെല്ലാം. പച്ചക്കറിക്കെല്ലാം കൂടുതലുണ്ടല്ലോ. ചെറിയൊരു വർദ്ധന, അങ്ങനെ കൂടുതലെന്ന് പറഞ്ഞുകൂടാ. പേരെന്താ? കുട്ടികൃഷ്ണൻ. അതായത് പൊതുവെ ഓണാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും വില കൂടുതലായി വരുന്നുണ്ടല്ലേ? വില കൂടുതലെന്ന് പറഞ്ഞുകൂടാ, ഒരു മീഡിയം ടൈപ്പ്. ഉള്ളിക്കൊക്കെ 50 അടുത്തെത്തി, പഞ്ചസാരക്ക് 70. അതുപോലെ തന്നെ ഞാലിപ്പൂവിനൊക്കെ മലയാളികൾക്ക് തീന്മേശയിൽ ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ടല്ലേ? അതായത് കേരളത്തിലെ കർഷകർക്കല്ല, തമിഴ്നാട്ടിലെ കർഷകർക്കാണ്. പിന്നെ ഇടത്തട്ടുകാർ അടിക്കൊല്ലാം കൊള്ളാം. രമേശ് എന്നാണ്. ഓണത്തിന് പ്രത്യേകിച്ച് ഒരു വില കൂടുതൽ തോന്നുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ടോ? നല്ല വില കൂടുതൽ സാധനങ്ങൾക്കെല്ലാം. അപ്പോൾ കച്ചവടക്കാർ പറയുന്നത് സാധാരണ വിലയാണ്. സാധാരണ ഇവിടെ 30 റുപ്യക്കെല്ലാം ഞാനിപ്പോൾ മേടിച്ചിട്ട് ഇതുണ്ട്. നിങ്ങൾ കക്കി ചേരിയുടെ 30 റുപ്യക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ 50 റുപ്യ. പയറിനും ബീൻസിനൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ടോ അല്ലേ? എല്ലാ സാധനവും കയറില്ല. ഇത് 50 റുപ്യ. 50 റുപ്യ അല്ലേ? എല്ലാ സാധനങ്ങൾക്കും വില കയറ്റാം. എല്ലാത്തിനും. പഞ്ചസാരക്ക് എത്രയാ വില? പഞ്ചസാരക്ക് അതായത് E20 പെട്രോൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പഞ്ചസാരക്ക് വില കൂടുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. ഈ പഞ്ചസാരയിൽ ചേർക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് വിദേശത്തായിട്ട് വരില്ല. അതുകൊണ്ട് എല്ലാത്തിനും മൊത്തത്തിൽ കംപ്ലീറ്റ് വിലക്കയറ്റം. ഈ ഓണം പൊള്ളുന്ന ഓണമായിരിക്കും മലയാളികൾക്ക് അനുഭവം. ഇതുവരെ ഇല്ലാതെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇല്ലാതെ ഒരു ഓണമായിട്ട് മാറിയിരിക്കുന്നു.